നമസ്കാരം. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യാഫ ഡ്രോൺ ഉപയോഗിച്ച് അധിനിവേശ നഗരമായ യാഫയിൽ ഒരു ഇസ്രയേലി സൈനിക കേന്ദ്രത്തെ യമൻ സായുധ സേന ലക്ഷ്യമിട്ടതായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സദാ ഗവർണറേറ്റിൽ ഇസ്രയേലിന്റെ ഒരു ജയന്റ് ഷാർക്ക് A316 രഹസ്യാന്വേഷണ ഡ്രോണും സേന വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഗാസയിൽ പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ തുടരുന്ന വംശഹത്യയ്ക്കും അമേരിക്കൻ പിന്തുണയോടെ നടക്കുന്ന കൂട്ടക്കൊലയ്ക്കും മറുപടിയായാണ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുള്ള പ്രതികാര നടപടിയെന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ യമൻ സായുധ സേന പറഞ്ഞിരുന്നു. പലസ്തീനികൾക്കെതിരായ ഇസ്രയേലിന്റെ വംശഹത്യ യുദ്ധത്തിനെതിരെ രാജ്യത്തിലെ എല്ലാ സ്വതന്ത്ര ജനങ്ങളും നിലകൊള്ളണമെന്ന് യമൻ സേന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിഷ്ക്രിയത്വത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും ഇസ്രയേലിന്റെ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യമനിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് യമൻ സായുധ സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി വ്യക്തമാക്കിയത്. അതേസമയം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറുകളെല്ലാം ലംഘിച്ച് ഗാസയിൽ വീണ്ടും അധിനിവേശം ആരംഭിച്ച ഇസ്രയേൽ ക്രൂരതയ്ക്ക് യാതൊരു അയവുമില്ല. ഗുരുതരമായ പോഷകാഹാരക്കുറവും വരാനിരിക്കുന്ന ക്ഷാമവും മൂലം 60,000 കുട്ടികൾ ഗാസയിൽ മരണത്തിന്റെ വക്കിലാണെന്നാണ് പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പറയുന്നത്. അതിർത്തി കടന്നുള്ള സുപ്രധാന സ്ഥലങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഇസ്രയേലിന്റെ തീരുമാനവും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഭക്ഷണം, ഇന്ധനം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുൾപ്പെടെ ആവശ്യമായ മാനുഷിക സഹായങ്ങൾ മുനമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് ഇസ്രയേലിന്റെ വിലക്കുണ്ട്. ഗാസയിലെ കുട്ടികൾക്ക് സഹായം നൽകുന്നതിനായി സേവ് ദി ചിൽഡ്രൻ ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആവശ്യങ്ങൾ വളരെ വലുതും നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമായതുകൊണ്ട് തന്നെ സഹായങ്ങളൊന്നും എവിടെയും എത്താത്ത അവസ്ഥയിലാണ്. അതിനിടയിൽ ഇസ്രയേൽ അധിനിവേശ സേന നഗരത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നത് കാരണം ലക്ഷക്കണക്കിന് പലസ്തീനികൾ തെക്കൻ ഗാസ നഗരമായ റാഫയിൽ നിന്ന് പലായനം ചെയ്തതായി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏപ്രിൽ 3-ന് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 112 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർച്ച് 18-ന് ഇസ്രയേൽ ഗാസയിൽ യുദ്ധം പുനരാരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും മാരകമായ ദിവസമാണിത്. ഗാസ നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ ഷെജായയിൽ കുറഞ്ഞത് 20 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസ നഗരത്തിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അഭയം നൽകിയിരുന്ന ഒരു സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 27 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. സംഘർഷം വലിയ തോതിലുള്ള കുടിയിറക്കത്തിന് കാരണമായി ആയിരക്കണക്കിന് ആളുകൾ റഫേൽ നിന്ന് അയൽ രാജ്യമായ ഖാൻ യൂണിസിലേക്ക് പലായനം ചെയ്തു. കൂടാതെ സംഘർഷം രൂക്ഷമായതിനു ശേഷം കുടിയിറക്കപ്പെട്ടവരിൽ പലരും ചെള്ളുകൾ അടക്കം നിറഞ്ഞ വൃത്തിഹീനമായ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരായി എന്നാണ് UN മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. മാർച്ച് അവസാനം മാത്രം ഏകദേശം 2,80,000 ഗാസ നിവാസികൾ പുതുതായി കുടിയിറക്കപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. UN ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗാസയിൽ ശുചിത്വ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വസ്തുക്കളുടെ കുറവ് കാരണം പ്രശ്നം പരിഹരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഓഫീസ് അറിയിച്ചത്. അതിനിടെ ഐക്യരാഷ്ട്രസഭയും അതിന്റെ മാനുഷിക പങ്കാളികളും ഗാസ നിവാസികളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നത് തുടരുന്നുവെന്നും ഓഫീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഗാസയ്ക്കുള്ളിലെ ഭക്ഷ്യലഭ്യത ചെറിയ സമയം കൊണ്ട് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതുവരെ പ്രതിദിനം 90 ലക്ഷത്തിലധികം ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഓഫീസ് അറിയിച്ചു. ഗാസയിലേക്ക് ചരക്കുകളും മാനുഷിക സഹായങ്ങളും എത്തിക്കുന്നതിനായി അതിർത്തി പോസ്റ്റുകൾ ഉടൻ തുറക്കുമെന്ന് UN ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.